Adira and Sadhika, so cute. Cute performance. Both of you were looking so cute on stage. എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട് രണ്ടുപേരും കൂടെ? എങ്ങനെ തോന്നി നിങ്ങളുടെ കെമിസ്ട്രി? ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേസ് ഈ പെർഫോമൻസ് റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. സിന്ധു. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടർഫുൾ സോങ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ഇറ്റ് വാസ് റിയലി നൈസ്. ബട്ട് ഐ ഫെൽറ്റ് കെമിസ്ട്രി ഒന്നും കൂടി നന്നായിരുന്നെങ്കിൽ എന്ന് കുറച്ച് തോന്നി. ഇറ്റ് വാസ് നൈസ് ബിക്കോസ് Adira was very, എന്താ പറയുക, സോങ്ങിന്റെ ഫ്ലോ ആയിട്ട് ഷി വാസ് ഏബിൾ ടു ഈസിലി, ഷി വാസ് ക്യാരിങ് ദ മൂമെന്റ്സ്. ബട്ട് സാധിക എനിക്ക് തോന്നുന്നത് സിംഗിങ്ങിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന്. So that's okay, it doesn't matter because ഇവിടെ singing is most important. അതുകൊണ്ട് അതിനാണ് importance ഉള്ളത്. So not an issue at all. It was a nice attempt, very good try. നിങ്ങളുടെ രണ്ടുപേരുടെയും caps എനിക്ക് ഭയങ്കര ഇഷ്ടമായി. Sorry, hats. You both have a lovely voice. I wish you a very bright future. Thank you, Sindhu. Shriyata. Adira and Sadhika. ഹൊയ്യാരാര എന്നുള്ള സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കല്ലിൻ്റെ മഴ പെയ്യിച്ചു, കല്ലുമഴ പെയ്യിച്ചു. കാരണം ചില സ്ഥലത്ത് ശരിയായി, ചില സ്ഥലത്ത് അങ്ങോട്ട് ഹൊയ്യാരാര എന്നുള്ള സ്ഥലം. അതൊന്ന് പാടാമോ? 1 2 3 4. വെരി ഗുഡ്. ഇപ്പം മഞ്ഞ് മഴയായി, കല്ലുമഴ മാറിയിട്ട് മഞ്ഞ് മഴയായി. അസലായിട്ട് പാടി. ഒരു സ്ഥലം ഭയങ്കര ഗംഭീരമായിട്ട് പാടി. ആ ബീജിയത്തിൽ വന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അത് നല്ല പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ആതിര പാടിയതിനകത്ത് ആതിര കുറച്ചുകൂടെ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ സാധിക ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലിംഗ് പോയി കഴിഞ്ഞാൽ ഈ ഒരു എസ്പെഷ്യലി ഈ റൗണ്ടിന് നമ്മൾ ടോട്ടലായിട്ടൊരു ജഡ്ജ്മെന്റ് പറയുന്നതായിരിക്കും നല്ലത്. സ്നേഹവും പോന്നു, ആ പോർഷൻ പാടിക്കും. സ്നേഹവും ആ മോക്ക് ഇത്തിരി ജലദോഷമുണ്ടോ? ആ മഴയല്ലേ, കാണും. ഒരു സ്ഥലം ഭയങ്കര മനോഹരമായിട്ട് പാടി. ഒരു മധുരങ്ങൾ എന്ന് പറഞ്ഞ ചരണത്തിൽ പാടിയത് ആതിര വളരെ രസമായിട്ട് പാടി. ഇത്രയൊക്കെയാണ്. ആതിരയുടെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മോക്കും കുറച്ച് അടച്ചിട്ടുണ്ട് ശബ്ദം. പക്ഷെ നല്ല റെൻഡറിങ് ആയിരുന്നു. കാരണം വലിയ അബദ്ധങ്ങളൊന്നും ഇല്ലാതെ കുറേ പോർഷൻസ് ഒക്കെ പാടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തുടിക്കും അവിടെ നല്ല ഭംഗിയായിട്ട് പാടിയായിരുന്നു. വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന പടരുന്നു എന്ന് പറഞ്ഞ സ്ഥലം, അതേതാണിത്? ആ റിഗമപ്പ. ആ ശരിയായില്ല, ഒന്ന് പാടിക്കേ. ആ അവിടെ തന്നെ, അവിടെ അങ്ങോട്ട് എത്തിപ്പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ ശരിയാവും. എന്തായാലും രണ്ടുപേരും അടിച്ചു പൊളിച്ചു. വെരി ഗുഡ്. താങ്ക് യു ശ്രീയേട്ട. സുജാത ചേച്ചി. സാധിര അല്ലെങ്കിൽ ആധിക. ആക്ച്വലി ആതിര മോൾ ഇന്ന് എനിക്ക് ആതിരയുടെ ആ സ്റ്റാർട്ട്, ആ മൂവ്മെന്റ് കണ്ണിനും അവിടെ ഒരു മൂവ്മെന്റ് ചെയ്തത് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. മോളും ഓഫ് കോഴ്സ് രണ്ടുപേരും ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു സ്റ്റേജിൽ. ആതിര മോളുടെ ഇന്ന് കുറച്ച് വോയിസ് സാധികയുടെ നോക്കുമ്പോൾ കുറച്ച് ഡള്ളായിരുന്നു മോളുടെ വോയിസ്. പിന്നെ ആ മേലെ അത് രണ്ടുപേരും ആദ്യത്തെ ചരണത്തിൽ ശരിയായില്ല. മോളുടെ ആതിര സെക്കൻഡ് ചരണത്തില് അത് അസലായിട്ട് റീച്ച് ചെയ്തു. വെരി ഗുഡ്. പിന്നെ ഒരു എക്സ്ട്രാ സാധനം രണ്ടുപേരും കൂടി ഇട്ടല്ലോ, അത് കൊള്ളാലോ. വെരി ഗുഡ്. താങ്ക് യു സുജാത ചേച്ചി. ഓക്കെ, അപ്പോൾ ഈ ക്യൂട്ട് പെർഫോമൻസിന് എത്ര മാർക്സ് കിട്ടുന്നു എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വിൽ ഫൈൻഡ് ഔട്ട് യുവർ മാർക്സ്. സാധിക. ശ്രീയേട്ടാ. സാധിക 29. 29 out of 35. സുജാത ചേച്ചി. 30 out of 35. And Sindhu? 18. 18 out of 30. ഓക്കെ, അവിടെ നിൽക്കട്ടെ. കാരണം ടോട്ടൽ സ്കോർ ഇസ് ഔട്ട് ഓഫ് 110. ആദ്യം ഇനി ആതിരയുടെ മാർക്സ് നമുക്ക് നോക്കാം. ശ്രീയേട്ടാ. ആതിര
ഒരു ശകലം നല്ല സംഗതികളൊക്കെ പാടിയെങ്കിലും ഒരു ശകലം കുറവ്. 28. 28 out of 35. സുജാത ചേച്ചി? ഞാൻ അതിലേക്ക് ഒരു മാർക്ക് കുറയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ 2-3 സ്ഥലം മോള് ഭയങ്കര രസമായിട്ട് പാടി. അപ്പോൾ ബാലൻസ് ചെയ്ത് സാധികയുടെ ചില സ്ഥലങ്ങൾ മോശമായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഐ വിൽ ഗിവ് ദ സെയിം മാർക്ക്, 30. 30 again out of 35. സിന്ധു? എന്നോട് ദേഷ്യം തോന്നല്ലേ? ഒരു മാർക്ക് കുറയ്ക്കാണ്, 17. ഓക്കെ, ഇനി ഈ റൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഗ്രേസ് മാർക്ക് ഉണ്ട്. ഇറ്റ്സ് ഔട്ട് ഓഫ് 10. നിങ്ങളുടെ രണ്ടുപേരുടെയും കെമിസ്ട്രിക്ക്, ഈ പെയർ പെർഫോമൻസിന് രണ്ടുപേർക്കും ഒരു മാർക്ക് കിട്ടും. ജഡ്ജസ്? സിന്ധു? ഔട്ട് ഓഫ് 10, 6. ഓക്കെ ഓക്കെ, അപ്പോൾ ആതിരയുടെ ടോട്ടൽ സ്കോർ ഇസ് 81 out of 110 ആൻഡ് സാധികയുടെ ടോട്ടൽ സ്കോർ ഇസ് 83 out of 110 again. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. അടുത്ത റൗണ്ടിൽ നന്നായി പെർഫോം ചെയ്യാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു, എല്ലാ പെർഫോമൻസസും കഴിഞ്ഞു. ബട്ട് ആസ് ഐ പ്രോമിസ്ഡ് ഏർലിയർ, നമുക്ക് ഇനി തിരഞ്ഞെടുക്കാനുണ്ട് മഞ്ച് പെർഫോമർ ഓഫ് ദ വീക്ക്. ഈ മഞ്ച് പെർഫോമർ ഓഫ് ദ വീക്കിനെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജഡ്ജസ് ആണ്. അവർക്ക് ഏത് പെർഫോമറുടെ പെർഫോമൻസ് ആണോ ഏറ്റവും അധികം ഈ എപ്പിസോഡിൽ ഇഷ്ടമായത്, that contestant will be the Munch performer of the week. So we'll find out from the judges. ഇന്നത്തെ Munch performer of the week ആരാണെന്ന്. Judges, ശ്രീയേട്ടാ? ഞങ്ങള് 3 പേരും കൂടെ തീരുമാനിച്ചിരിക്കുന്ന ഒരു തീരുമാനം, ബിന്ദുജ മേനോൻ. Binduja Menon with 80 out of 100 in this episode is the Munch performer of the week. She was also the first rank holder of the second stage. Binduja, come. ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പെർഫോമൻസ് 80 out of 100 and your first here again. I mean Munch performer of the week, of course, ഈ എപ്പിസോഡിൽ. How do you feel? സന്തോഷമുണ്ട്. സന്തോഷം. Obviously. ആദ്യത്തെ പെർഫോമൻസ്, ഇനിയൊരു പെർഫോമൻസും കൂടെ ബാക്കിയുണ്ട് and I'm sure you'll do a good job there too. Okay, Binduja, അപ്പോൾ Munch performer of the week ആയതിന് you are going to get Nestle Munch sponsor ചെയ്യുന്ന ഒരു gift hamper. And I request Sindhu, could you please come on stage to gift Binduja? തുളസി കതിരായി ജന്മം ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനേ സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ